നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ജൂൺ മാസം വരികയാണ്. ജൂൺ മാസത്തിൻ്റെ ഫലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും നിങ്ങളുടെ സാമ്പത്തികം, തൊഴിൽ, വീട്, വാഹനം, വിവാഹം, വിദ്യാഭ്യാസം എന്നിവയിൽ ഈ ജൂൺ മാസത്തിൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ടാകും, എന്തൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ദോഷങ്ങൾ മാറാൻ ചെയ്യേണ്ട പരിഹാരങ്ങൾ എന്തൊക്കെയാണ് ഈ വീഡിയോയിലൂടെ വിശദമായി നമുക്ക് മനസ്സിലാക്കാം. ഒപ്പം നിങ്ങളുടെ നക്ഷത്രം ഏതായാലും അത് കമൻറ്റ് ചെയ്യുക. നമ്മുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതാണ്. എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ, ലോകം നന്നായിരിക്കട്ടെ, സർവ്വ ജീവജാലങ്ങൾക്കും സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വീഡിയോയിലേക്ക് കടക്കുകയാണ്. മേടക്കൂറുകാരുടെ ഫലമാണ് ആദ്യം പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം നക്ഷത്രക്കാർ അടങ്ങിയ മേടക്കൂറുകാർക്ക് ഈ ജൂൺ മാസത്തിൽ ജോലിയിൽ നല്ല പുരോഗതി ഉണ്ടാകുന്ന സമയമാണ്. പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ തേടി വരും. വരുമാനം വർദ്ധിക്കുന്ന സമയം കൂടിയാണ്. പുതിയ തൊഴിൽ അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അനാവശ്യമായ ചെലവുകൾ നിങ്ങൾ നിയന്ത്രിക്കണം. സാമ്പത്തികപരമായി അനുകൂലമായ ഒരു അവസ്ഥയാണ് മേടക്കൂറുകാർക്കുള്ളത്. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. പുതിയ വാഹനം ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ ഒരു സമയമാണ്. കൂടാതെ വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. വിവാഹപ്രായമായവർക്ക് അല്ലെങ്കിൽ വിവാഹം ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വരുവാൻ ഏറെ സാധ്യതയുള്ളൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്ന കാലഘട്ടമാണ്. മനസ്സിൻ്റെ ഏകാഗ്രത അവർക്ക് കൂടുതലായി ഉണ്ടാകും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പ്രധാനമായത് നിങ്ങളുടെ ദേഷ്യമാണ്. എടുത്തു ചാടിയുള്ള പെരുമാറ്റങ്ങളും വാക്കുകളും ഒക്കെ ഒന്ന് നിയന്ത്രിച്ച് പോകണം. മറ്റുള്ളവരെ അനാവശ്യമായി പിണക്കാതിരിക്കുക. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് ചെറിയ ദോഷങ്ങളൊക്കെ എന്തെങ്കിലും അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അത് മാറുവാൻ വളരെ ഉപകാരമായിരിക്കും. അടുത്തത് ഇടവക്കൂറുകാരെ പറ്റിയാണ് പറയുന്നത്. കാർത്തികയുടെ മുക്കാൽ, രോഹിണി, മകേരത്തിൻ്റെ അര നക്ഷത്രക്കാരാണ് ഇടവക്കൂറിൽ വരുന്നത്. ബിസിനസ്സുകാർക്ക് നല്ല നേട്ടമുണ്ടാകുന്ന ഒരു മാസമാണ് ഈ ജൂൺ മാസം. സാമ്പത്തിക സ്ഥിതി തീർച്ചയായും മെച്ചപ്പെടും. കടബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കാൻ സാധിക്കുന്ന സമയമാണ്. തൊഴിൽ രംഗം അഭിവൃദ്ധിപ്പെടും. വീട് പുതുക്കി പണിയാനോ വസ്തുവകകൾ വാങ്ങുവാനോ ഒക്കെ ഈ മാസം യോഗമുണ്ട്. കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം നിലനിർത്താൻ കഴിയും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മത്സര പരീക്ഷകളിൽ വിജയം നേടാൻ സാധിക്കും. പ്രണയ വിവാഹത്തിന് വീട്ടുകാരുടെ സമ്മതം ലഭിക്കുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. വിവാഹം ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ സമയം തന്നെയെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. സുഹൃത്തുക്കളെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. നല്ല വ്യക്തികളാണോ അവർ, അവരുടെ മുൻ ചരിത്രം എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടേ അവരെ നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ പട്ടികയിലേക്ക് കൊണ്ടുവരികയും അവരുമായിട്ടുള്ള ഇടപാടുകൾ ചെയ്യുകയും ചെയ്യാവൂ. പണം കടം കൊടുക്കുന്നത് ഈ മാസം പൂർണ്ണമായും ഒഴിവാക്കുക. സാമ്പത്തികപരമായി വ്യക്തതയില്ലാത്ത ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ഭജനം നടത്തുന്നത് ദോഷപരിഹാരമായി ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ കാര്യമാണ്. ഇനി മൂന്നാമത്തെ രാശിക്കാരായ മിഥുന രാശിക്കാരെ പറ്റിയാണ് പറയുന്നത്. മകേരത്തിൻ്റെ അര, തിരുവാതിര, പുണർദം, മുക്കാൽ നക്ഷത്രക്കാരാണ് മിഥുനക്കൂറിൽ വരുന്നത്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് തക്കതായ ഫലം ലഭിക്കുന്ന ഒരു മാസം തന്നെയാണ് ജൂൺ മാസം. നിങ്ങളുടെ പ്രവർത്തന മേഖല അത് ഏതായാലും ചെറുതോ വലുതോ എന്നില്ല, അവിടെ നിങ്ങളുടെ മുൻകാല കഠിനാധ്വാനത്തിൻ്റെ ഫലം, നല്ല ലാഭം നിങ്ങൾക്ക് ഈ സമയത്ത് ലഭിച്ചു തുടങ്ങും. സാമ്പത്തികപരമായി അനുകൂലമായ ഒരു അവസ്ഥയാണ് ഈ മാസം. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്കുകൾ അനുകൂലമായി തന്നെ ഭവിക്കും. നിങ്ങൾക്ക് വിദേശത്ത് പോകുവാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ശ്രമിക്കുന്നതും നല്ലതാണ്. കുടുംബത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വാക്കുകളും പ്രവൃത്തികളും പെരുമാറ്റങ്ങളുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം നിലനിർത്തുവാനായി ശ്രമിക്കണം. കൂടാതെ നല്ല ക്ഷമ പുലർത്തേണ്ട ഒരു മാസം കൂടിയാണിത്. വാഹനം ഉപയോഗിക്കുമ്പോഴും അതീവ ശ്രദ്ധ പുലർത്തണം. വിവാഹാലോചനകളിൽ ചെറിയ മാന്ദ്യതകളൊക്കെ വരുവാൻ സാധ്യതയുണ്ട്.
കുറച്ച് വൈകുവാനോ നീണ്ടു പോകുവാനോ ഒക്കെ സാധ്യതയുള്ള ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം തീർച്ചയായും കാഴ്ചവെക്കുവാൻ കഴിയും. മത്സര പരീക്ഷകളിൽ അവർക്ക് വിജയം അല്ലെങ്കിൽ അഡ്മിഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലഭിക്കും. ശ്രദ്ധിക്കാനുള്ളത് യാത്രകളിലാണ്. യാത്രകളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് വാഹനം ഉപയോഗിക്കുമ്പോൾ എന്ന് പറഞ്ഞത്. വാഹനം നിങ്ങൾ ഓടിക്കുമ്പോഴോ വാഹനത്തെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴോ ശ്രദ്ധ വേണം. ദോഷപരിഹാരമായിട്ട് ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമിക്ക് വെണ്ണ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. 4-ാമത്തെ രാശിക്കാർ കർക്കിടകക്കൂറ്. പുണർദം, കാൽ, പൂയം, ആയില്യം നക്ഷത്രക്കാരാണ് ഈ കർക്കിടക രാശിയിൽ വരുന്നത്. നിങ്ങളുടെ ജൂൺ മാസത്തിലെ തൊഴിൽ രംഗവും സാമ്പത്തിക രംഗവും തികച്ചും അനുകൂലം തന്നെയാണ്. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്ന് നല്ല പിന്തുണ ലഭിക്കും. മികച്ച ഓർഡറുകൾ ലഭിക്കും. സാമ്പത്തികമായി അപ്രതീക്ഷിതമായ ലാഭം വരും. അതുപോലെ നിങ്ങളുടെ തൊഴിൽ മേഖലയ്ക്ക് ഒരു അംഗീകാരം ലഭിക്കും. അത് ഔദ്യോഗിക രംഗമാണെങ്കിൽ മേലധികാരികളിൽ നിന്നും നിങ്ങളെ അംഗീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. അപ്രതീക്ഷിതമായ ചില ചിലവുകളൊക്കെ വന്നേക്കാം. ചിലവുകൾ വരുമ്പോൾ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുവാൻ സാധിക്കും. വീട്ടിൽ നല്ല സന്തോഷവും സമാധാനവുമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ ഒരു പുതിയ വീട് എന്ന സ്വപ്നം മനസ്സിൽ സൂക്ഷിച്ചിരുന്നവർക്ക് അതിലേക്ക് വേണ്ടി ഇറങ്ങുവാൻ അനുകൂലമായ സമയം കൂടിയാണ് ഈ ജൂൺ മാസം. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അനുകൂലമായ സാഹചര്യമാണ്. അതുപോലെ വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ വഴിത്തിരിവുണ്ടാവും. അതായത് മുൻകാലങ്ങളിൽ മുടങ്ങിപ്പോയ പല ആലോചനകളും പുനരാലോചിക്കുവാൻ ഇടയാകുന്ന സമയം കൂടിയാണ്. മാനസിക സംഘർഷം നിങ്ങളൊന്ന് ഒഴിവാക്കണം. അനാവശ്യമായി കാര്യങ്ങൾ ചിന്തിച്ച് തലയിൽ കയറ്റി വെച്ച് ടെൻഷൻ അടിക്കാൻ ശ്രമിക്കാതിരിക്കുക. കാര്യങ്ങളൊക്കെ മനോഹരമായി തന്നെ കടന്നു പോകും. ആരോഗ്യം കുറച്ച് മോശമാകാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുകൊണ്ട് കൃത്യസമയത്ത് വിശ്രമം, ആഹാരം, ഉറക്കം തുടങ്ങിയ കാര്യങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത്. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ധാര വഴിപാടായി നടത്തുക. അത് നിങ്ങളുടെ ചെറിയ ദോഷങ്ങളൊക്കെ അകന്നു പോകുവാൻ ഇടയാക്കും. ഇനി 5-ാമത്തെ രാശിക്കാരായ ചിങ്ങരാശിക്കാരെ പറ്റിയാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽ നക്ഷത്രക്കാരാണ് ഈ ചിങ്ങക്കൂറിൽ വരുന്നത്. പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് നിങ്ങളുടെ തൊഴിൽ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ വരും, മികച്ച അവസരങ്ങൾ വരും, പുതിയ കോണ്ടാക്റ്റുകൾ വരും, ബിസിനസ്സിൽ പുതിയ പങ്കാളികളെ ലഭിക്കും. അല്ലെങ്കിൽ സാമ്പത്തികമായി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള ഒരു ഇൻവെസ്റ്ററെയൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കർമ്മരംഗവുമായി ബന്ധപ്പെട്ട പ്ലാനുകൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. സാമ്പത്തികമായി നല്ല മാസം, മികച്ച മാസം തന്നെയാണ് ജൂൺ. ഗ്രഹത്തിൽ സന്തോഷവും ഐശ്വര്യവും നിറയും. പുതിയ വാഹനം നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നടക്കും. അതിനാവശ്യമായ ഫണ്ട് ലഭിക്കും. അത് ലോണായിട്ടാണെങ്കിൽ പോലും അത് നടക്കാൻ വളരെ അനുകൂലമായ യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിന് അവസരം ലഭിക്കും. വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ സന്തോഷകരമായ തീരുമാനങ്ങൾ ഉണ്ടാകും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ പ്രധാനം അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. വെറുതെ വഴിയെ പോകുന്ന വയ്യാവേലികളൊന്നും എടുത്ത് തലയിൽ വെച്ചിട്ട് അതിൻ്റെ പിറകെ പോകരുത്. കാരണം നിങ്ങളുടെ കർമ്മരംഗം കുറച്ച് പുഷ്ടിപ്പെടുന്ന ഒരു മാസമാണ്. അതിനുവേണ്ടി നിങ്ങളുടെ സമയം ചെലവഴിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ ഏടാകൂടങ്ങളിൽ ചെന്ന് ചാടിയാൽ അതിൻ്റെ പിറകെ പോകാനേ പറ്റൂ. അടിപിടി, അക്രമം, പോലീസ് കേസ്, കോടതി, ഇങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ പിറകെ പോകേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ പ്രധാന കാര്യങ്ങളൊന്നും തന്നെ നടത്താൻ കഴിയാതെ വരും. അതുകൊണ്ട് അനാവശ്യമായ ഒരു കാര്യത്തിലും ഇടപെടാതിരിക്കുക. അതുപോലെ തന്നെ അഹംഭാവവും ഒഴിവാക്കുക. ഞാൻ എന്തൊക്കെയോ ആണ്, അതുകൊണ്ട് ഇപ്പോൾ ശരിയാക്കി തരാമെന്നും പറഞ്ഞ് എടുത്ത് ചാടരുത്. അതൊക്കെ ഈ ചിങ്ങക്കൂറുകാർക്ക് പണി കിട്ടുന്ന സമയമാണ്. ഞായറാഴ്ചകളിൽ പുലർച്ചെ സൂര്യോദയത്തിന് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് അല്പം ജലം അർപ്പിക്കുന്നതും ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നതും നിങ്ങൾക്ക് ഈ സമയത്ത് നന്മകൾ വരുത്തും. അടുത്തത് 6-ാമത്തെ രാശിക്കാരായ കന്നിക്കൂറുകാരെ പറ്റിയാണ്. ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, അര എന്നീ നക്ഷത്രക്കാരാണ് ഈ കന്നിക്കൂറിൽ വരുന്നത്. കർമ്മരംഗത്ത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുള്ള ഒരു സമയമാണ്. പുതിയ ബിസിനസ് ആരംഭിക്കുവാനും അനുകൂലമായ സമയമാണ്. ഔദ്യോഗിക രംഗത്ത് സ്ഥാനക്കയറ്റം, അംഗീകാരം ലഭിക്കും. വരുമാനത്തിൽ ഗണ്യമായ വർധനവുണ്ടാകും. കർമ്മരംഗത്ത് നേട്ടമുണ്ടാകുന്ന തരത്തിലുള്ളൊരു വലിയ വ്യതിയാനം
തന്നെ ഒരു മെച്ചപ്പെട്ട ഒരു മാറ്റം തന്നെ നിങ്ങൾക്ക് ഈ സമയത്തുണ്ടാകും. കുടുംബത്തിലെ മുതിർന്ന വ്യക്തികളുടെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കണം. പ്രായമായവരുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുവാൻ അമാന്തിക്കരുത്. വസ്തുക്കളുമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലോ നിങ്ങൾക്ക് ആരുമായെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് രമ്യമായി പരിഹരിക്കപ്പെടും. സർക്കാരുമായോ കോടതിയുമായോ എന്തെങ്കിലുമൊക്കെ കേസുകളുണ്ടെങ്കിൽ അതെല്ലാം രമ്യമായി പരിഹരിക്കപ്പെടും. അത് നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും. വിവാഹ ആലോചനകൾ വിജയത്തിലെത്തും. അതായത് വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് നല്ല ജീവിത പങ്കാളികളെ കണ്ടെത്തുവാനും അത് വിവാഹ നിശ്ചയമോ വിവാഹത്തിലോ കലാശിക്കുവാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുപാടുണ്ടാകും. നല്ലത് നോക്കി സെലക്ട് ചെയ്ത് നിങ്ങൾ ഏതാണ് വേണ്ടതെന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോകുക. പണമിടപാടുകളിൽ നിങ്ങൾ അതീവമായി ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയമാണ്. അതാണ് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഏതൊരു സാമ്പത്തിക ഇടപാട് ചെയ്യുമ്പോഴും അത് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ചെയ്യുക. വിശ്വസ്തതയില്ലാത്തവരുമായി കൂട്ടുകൂടുകയോ അവരുമായിട്ട് ഒരു ഇടപാടിനോ പോകരുത്. ചതിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. പരിഹാരമായിട്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വിഷ്ണു ക്ഷേത്ര സന്ദർശനം, പ്രാർത്ഥന തുടങ്ങിയതുമൊക്കെ നിങ്ങൾക്ക് ഈ കന്നിക്കൂറുകാർക്ക് ഉത്തമമാണ്. ഏഴാമത്തെ രാശിക്കാരായ തുലാക്കൂറുകാരെ പറ്റിയാണ് ഇനി പറയുന്നത്. ചിത്തിരയുടെ അര, ചോതി, വിശാഖത്തിൻ്റെ മുക്കാൽ നക്ഷത്രക്കാരാണ് തുലാക്കൂറിൽ വരുന്നത്. സാമ്പത്തികപരമായി അനുകൂലമായ സമയം തന്നെയാണ്. പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം. പുതിയ ബിസിനസ്സുകളോ തൊഴിൽ സംരംഭങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന കർമ്മ മേഖലയിലെ എന്ത് കാര്യവും ആരംഭിക്കുവാൻ പറ്റിയ സമയമാണ് തുലാക്കൂറുകാർക്ക് ജൂൺ മാസം. സാമ്പത്തിക ലാഭം തീർച്ചയായും ഉണ്ടാവും. ജോലിയിൽ അധിക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. നന്നായി ഹാർഡ് വർക്ക് ചെയ്യേണ്ട അവസരങ്ങൾ ഒരുപാടുണ്ടാകും. അതൊക്കെ നിങ്ങൾ ധൈര്യമായി ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക. വിജയം തന്നെ ലഭിക്കും. സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. നിങ്ങളുടെ വീടോ സ്ഥലമോ വിൽക്കുവാനോ അല്ലെങ്കിൽ ഒരു പുതിയ വീട് വാങ്ങുവാനോ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ ശ്രമങ്ങൾക്ക് വിജയം ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങളുടെ ആഗ്രഹം പോലെ അത് ചെയ്യാൻ കഴിയും. നല്ല വിലയ്ക്ക് ഒരെണ്ണം വാങ്ങാനോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ നല്ലൊരു വിലയ്ക്ക് നിങ്ങളുടെ കൈവശമുള്ള വീടോ സ്ഥലമോ ഒക്കെ വിൽക്കുവാനോ, അങ്ങനെ വീട്, വസ്തു തുടങ്ങിയവയുടെ ക്രയവിക്രയങ്ങളിലൂടെ നേട്ടവും സന്തോഷവും ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ വാഹന ഭാഗ്യവും ഈ മാസമുണ്ട് തുലാക്കൂറുകാർക്ക്. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കും. അതുപോലെ വിവാഹം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിൻ്റെ കാര്യവുമായി മുന്നോട്ട് പോകാം. അവർക്ക് സന്തോഷകരമായ കാര്യങ്ങൾ തന്നെ ഭവിക്കും. പ്രണയ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കും. ദാമ്പത്യ കാര്യത്തിലും കുടുംബത്തിലും സന്തോഷം നിലനിൽക്കുന്ന ഒരു സമയമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ പ്രധാനമായിട്ടുള്ളത് അലസത ഒഴിവാക്കുക എന്നതാണ്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടുന്ന ഒരു സമയത്ത് നിങ്ങൾ അലസരാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആരോഗ്യ കാര്യങ്ങളിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യരുത്. കൃത്യമായി ആഹാരം കഴിക്കുക, വിശ്രമിക്കുക, ഉറങ്ങുക, ഇതെല്ലാം നിങ്ങൾ ചെയ്യണം. ദോഷപരിഹാരമായിട്ട് വെള്ളിയാഴ്ചകളിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ദേവീക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക, നെയ്വിളക്ക് കൊളുത്തുക തുടങ്ങിയവയൊക്കെയാണ് നിങ്ങൾക്ക് നല്ലത് തന്നെയായിരിക്കും ഈ ജൂൺ മാസത്തിൽ വരുന്നത്. എട്ടാമത്തെ രാശിക്കാരായ വൃശ്ചികക്കൂറുകാർക്ക് എന്തൊക്കെയാണ് ഈ ജൂൺ മാസത്തിലെ ഫലം എന്നാണ് ഇനി പറയുന്നത്. വിശാഖത്തിൻ്റെ കാൽ, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരാണ് വൃശ്ചികക്കൂറിൽ വരുന്നത്. തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ഒരു സമയമാണ്. പക്ഷേ ഭയപ്പെടേണ്ട കാര്യമില്ല. കഠിനാധ്വാനത്തിലൂടെ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് തന്നെ അത് മറികടക്കാൻ സാധിക്കും. പണച്ചിലവ് അല്പം കൂടുന്ന സമയമാണ്. എങ്കിലും നിങ്ങളുടെ കൈകളിലേക്ക് പണം വരും. നിങ്ങൾക്ക് ചിലവാക്കുവാനുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള സാമ്പത്തികം വന്നിരിക്കും. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. കുറച്ച് ക്ഷമ നിങ്ങളുടെ സംസാരത്തിലും പ്രവൃത്തിയിലും സൂക്ഷിക്കുന്നത് നല്ലതാണ്. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ വേഗത കുറച്ച് ശ്രദ്ധയോടുകൂടി പോകുവാനും ശ്രമിക്കണം. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. കുറച്ചുകൂടിയൊക്കെ നീണ്ടുപോകും. പെട്ടെന്ന് ഒരു ആലോചനയിൽ പൂർണ്ണമായൊരു തീരുമാനം ഉണ്ടാകുകയില്ല. പഠനത്തിലും അതുപോലെ തന്നെ ഏകാഗ്രതയും കുറച്ച് ശ്രദ്ധയുമൊക്കെ വിദ്യാർത്ഥികൾ പുലർത്തേണ്ടതും
ആവശ്യമാണ്. പ്രധാനമായി ഈ മാസം ശ്രദ്ധിക്കേണ്ടത് ദേഷ്യവും ധൃതിയും ഒഴിവാക്കുക എന്നതാണ്. ആലോചിക്കാതെ എടുത്തു ചാടി ഒരു തീരുമാനങ്ങളും എടുക്കരുത്. ഒരു വ്യക്തിയോടും രണ്ടാമതൊന്നും ആലോചിക്കാതെ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തെങ്കിലും വിളിച്ചു പറയരുത്. അത് നിങ്ങളുടെ ബന്ധം, അത് കുടുംബത്തിലായാലും നിങ്ങളുടെ പ്രവർത്തന മേഖലയിലായാലും നിങ്ങൾക്ക് കോട്ടമുണ്ടാക്കും. അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ശനിയാഴ്ചകളിൽ ഹനുമാൻ ചാലീസ ജപിക്കുന്നത് നിങ്ങൾക്ക് ദോഷപരിഹാരത്തിന് ഉത്തമമാണ്. അതുപോലെ തന്നെ ശനീശ്വര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും നല്ലതാണ്. അതൊക്കെ ഒന്ന് ചെയ്തു പോകുക. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ജൂൺ മാസത്തിലില്ല. സാമ്പത്തികം മറ്റു കാര്യങ്ങളൊക്കെ അനുകൂലം തന്നെയാണ്. 9ാമത്തെ രാശിക്കാരായ ധനുരാശിയെ പറ്റിയാണ് ഇനി പറയുന്നത്. ധനുരാശിക്കാർക്ക് ഈ ജൂൺ മാസത്തിൽ എന്തൊക്കെയാണ് ലഭിക്കുന്നത് എന്ന് നോക്കാം. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽ നക്ഷത്രക്കാരാണ് ധനുരാശിയിൽ വരുന്നത്. ഭാഗ്യത്തിൻ്റെ പിന്തുണയുള്ള ഒരു മാസമാണ്. സന്തോഷകരമായ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്ന ഒരു മാസം തന്നെയാണ് ധനുക്കൂറുകാർക്ക് ഈ ജൂൺ മാസം. പുതിയ ബിസിനസ് കരാറുകളിൽ ഒപ്പുവയ്ക്കുവാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതി വളരെ ഭദ്രമായിരിക്കും. കർമ്മമേഖല അത് ഏതായാലും, സംരംഭമോ ബിസിനസ്സോ ഔദ്യോഗിക രംഗമോ എന്തായാലും, നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് കർമ്മമേഖലയായാലും അതിൽ ഒരു ഭാഗ്യത്തിൻ്റെ പിന്തുണയുള്ള മാസമാണ്. നേട്ടമുണ്ടാകും, വിജയമുണ്ടാകും, ഐശ്വര്യമുണ്ടാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യത ഏറി നിൽക്കുന്ന ഒരു സമയമാണ്. പുതിയ വാഹനമോ ആഡംബര വസ്തുക്കളോ ഒക്കെ നിങ്ങൾക്ക് വാങ്ങുവാനുള്ള യോഗം കൂടിയുണ്ട്. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും ഈ മാസത്തിൽ കഴിയും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ മികച്ച വിജയം നേടാനാകും. പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആരോഗ്യകാര്യം തന്നെയാണ്. ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഉദര സംബന്ധമായ അസുഖങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചു പോവുക. ദോഷപരിഹാരമായിട്ട് വ്യാഴാഴ്ചകളിൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ വ്യാഴത്തിനെ വണങ്ങുക. വ്യാഴപ്രീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോ വഴിപാടുകളോ അവിടെ ചെയ്യുക. അത് നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ഈ മാസം നൽകും. 10ാമത്തെ രാശിക്കാരായ മകരരാശിക്കാരെ പറ്റിയാണ് അടുത്തതായി പറയുന്നത്. ഉത്രാടത്തിന്റെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിന്റെ അര നക്ഷത്രക്കാരാണ് മകരക്കൂറിൽ വരുന്നത്. മകരക്കൂറുകാരെ സംബന്ധിച്ച് ഈ ജൂൺ മാസം അവരുടെ കർമ്മ മേഖലയിൽ നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. ശമ്പള വർധനവിന് സാധ്യതയുണ്ട്. സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. പുതിയ ഓർഡറുകൾ, സംരംഭങ്ങളോ ബിസിനസ്സോ ഒക്കെ ആണെങ്കിൽ പുതിയ ഓർഡറുകളൊക്കെ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. സാമ്പത്തികപരമായി നിങ്ങൾക്ക് അനുകൂലമായ ഒരു മാസമാണ്. നീക്കിയിരിപ്പുണ്ടാകും. ധനം സമ്പാദിക്കാൻ കഴിയും. പഴയ കടങ്ങൾ വീട്ടിൽ തുടങ്ങുവാൻ സാധിക്കുന്ന മാസമാണ്. ഗ്രഹനിർമ്മാണം നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ കഴിയും. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷമായിരിക്കും. തടസ്സപ്പെട്ട് കിടന്ന വിവാഹാലോചനകൾക്ക് പെട്ടെന്ന് ഒരു ജീവൻ വയ്ക്കും. നല്ല ആലോചനകൾ പെട്ടെന്ന് വരും. അതിൽ അനുകൂലമായ തീരുമാനങ്ങളും വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കും. വിവാഹമോ വിവാഹ നിശ്ചയമോ ഒക്കെ നടക്കുവാൻ വലിയ യോഗം കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കും അവരുടെ പഠനരംഗത്ത് മികച്ച അവസരങ്ങൾ ലഭിക്കുന്ന, മുന്നേറ്റം നടത്താൻ കഴിയുന്ന തരത്തിൽ അനുകൂലമായ മാസമാണ് ഈ ജൂൺ മാസം. പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ജോലി സ്ഥലത്ത് തർക്കങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണം. അഭിപ്രായങ്ങൾ എപ്പോഴും ക്രോഡീകരിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അനാവശ്യമായ വഴക്കുകൾക്കോ അല്ലെങ്കിൽ നമുക്ക് തൊഴിൽ തന്നവരുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകരുമായിട്ടോ അനാവശ്യമായ പ്രശ്നങ്ങൾക്ക് നിൽക്കരുത്. നിയമപരമായ പ്രശ്നങ്ങളിൽ ജാഗ്രത പാലിക്കണം. നിങ്ങളുടെ കർമ്മരംഗവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും നിയമപരമായി തന്നെ നിങ്ങൾ ചെയ്യണം. ദോഷപരിഹാരമായിട്ട് ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര സന്ദർശനം, അവിടെ പ്രാർത്ഥന, കൂടാതെ നീരാഞ്ജനം വഴിപാടായി സമർപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക. ഇനി 11ാമത്തെ രാശിക്കാരായ കുംഭക്കൂറുകാരെ പറ്റിയാണ് പറയുന്നത്. അവിട്ടത്തിന്റെ അര, ചതയം, പൂരുരുട്ടാതിയുടെ മുക്കാൽ ഭാഗം നക്ഷത്രക്കാരാണ് ഈ കുംഭക്കൂറിൽ വരുന്നത്. സമ്മിശ്ര ഫലങ്ങളാണ് നിങ്ങൾക്ക് ഈ മാസം ലഭിക്കുന്നത് എന്ന് പൊതുവെ പറയാമെങ്കിലും നേട്ടം തന്നെയാണ് കൂടുതലായി വരുന്നത്. ജോലിയിൽ കുറച്ച് സമ്മർദ്ദമൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കഴിവ് തെളിയിക്കുവാൻ സാധിക്കും. നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് നല്ലൊരു അടിത്തറയുണ്ടാക്കുവാൻ കഴിയും. സാമ്പത്തിക രംഗം പൂർണ്ണമായും തൃപ്തികരമായിരിക്കും. നിങ്ങളുടെ കൈകളിലേക്ക് പണം വരും, ലാഭമുണ്ടാകും, നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. വീടിനോ വാഹനത്തിനോ ചില അറ്റകുറ്റപ്പണികൾ വന്നേക്കാം. ഇത് നിങ്ങൾക്ക് സാമ്പത്തിക ചെലവ് വർദ്ധിപ്പിക്കും. അതുകൊണ്ട് വാഹനം ഓടിക്കുമ്പോൾ കൃത്യമായി നിയമപരമായ എല്ലാ
രേഖകളോടുകൂടി തന്നെ ഓടിക്കുക. മദ്യപിക്കുന്ന സ്വഭാവമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കി മാത്രം വാഹനം ഓടിക്കുക. ട്രാഫിക് റൂൾസുകളെല്ലാം പാലിക്കുക. വിദ്യാർത്ഥികൾ പഠനത്തിൽ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാലേ നിങ്ങൾക്ക് വിജയം ഉണ്ടാകുകയുള്ളൂ. അലസത പഠന കാര്യത്തിൽ നിന്നും മാറ്റിവെക്കുക. ദാമ്പത്യത്തിൽ പരസ്പര വിശ്വാസം നിലനിർത്തണം. നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയോട് എന്താണോ പറയാനുള്ളത് അത് കൃത്യമായും വ്യക്തമായും മനസ്സ് തുറന്ന് തന്നെ പറയുക. വാക്കുകളിലോ പെരുമാറ്റത്തിലോ തെറ്റിദ്ധാരണകൾ വരുത്തുന്ന തരത്തിലുള്ള യാതൊരു പെരുമാറ്റവും ഉണ്ടാകാതെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങളും ഈ സമയത്ത് അവഗണിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ആരോഗ്യ പ്രശ്നമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി ചികിത്സയും ആ മരുന്നും കാര്യങ്ങളും എല്ലാം മുടങ്ങാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. ദോഷപരിഹാരമായി ശനിയാഴ്ചകളിൽ ശനീശ്വര ക്ഷേത്രത്തിൽ എള്ളെണ്ണ ഒഴിച്ച് വിളക്ക് കൊളുത്തുക. ഹനുമാൻ സ്വാമിയെ ഭജിക്കുക. ഹനുമാൻ ചാലിസ ചൊല്ലുക. ഹനുമാൻ ക്ഷേത്ര സന്ദർശനം നടത്തുക. തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. തടസ്സങ്ങളും ദോഷങ്ങളുമെല്ലാം ഒഴിഞ്ഞു പോകും. അവസാനത്തെ രാശിക്കാരായ മീനക്കൂറുകാരെ പറ്റിയാണ് ഇനി പറയുന്നത്. പൂരുരുട്ടാതിയുടെ കാൽ, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാരാണ്. തൊഴിൽ രംഗത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ബിസിനസ്സിൽ അല്ലെങ്കിൽ സംരംഭങ്ങളിൽ അവരുടെ കർമ്മരംഗങ്ങളിൽ നിന്നും അവർ വിചാരിച്ചതിലും വലിയ ലാഭം ഉണ്ടാക്കുവാൻ കഴിയും. പുതിയ വരുമാന സ്രോതസ്സുകളൊക്കെ ഈ മീനക്കൂറുകാർക്ക് തുറക്കപ്പെടും. ദീർഘനാളായി ആഗ്രഹിച്ച വാഹനം സ്വന്തമാക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും. നല്ല വിവാഹ ആലോചനകൾ വരാൻ സാധ്യതയുള്ള ഒരു മാസമാണ് ഈ ജൂൺ മാസം. വിദ്യാർത്ഥികൾക്ക് അവരുടെ കരിയറിൽ വലിയൊരു വഴിത്തിരിവുണ്ടാകുന്ന മാസമായിരിക്കും. പുതിയ അവസരങ്ങൾ അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സാധ്യതകളാണ് വിദ്യാർത്ഥികൾക്ക് ഈ മാസം ലഭിക്കുന്നത്. അന്യരെ അമിതമായി വിശ്വസിക്കരുത് എന്നതാണ് നിങ്ങൾ ഈ മാസം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഒപ്പിടുന്ന രേഖകൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒപ്പിട്ട് കൊടുക്കുക. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുവാനും ചതി പറ്റാതിരിക്കുവാനും സൂക്ഷിക്കണം. ദോഷപരിഹാരമായി വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും തുളസിമാല സമർപ്പിക്കുകയും ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് വളരെ നേട്ടങ്ങളുണ്ടാക്കും. 12 രാശിക്കാരുടെയും ഈ ജൂൺ മാസത്തെ സമ്പൂർണ്ണ ഫലം നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ ജാതകത്തിൽ ഗ്രഹങ്ങൾ ഇഷ്ടസ്ഥാനങ്ങളിലാണ്, നല്ല അപഹാരങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഐശ്വര്യങ്ങളും നേട്ടങ്ങളും ഫലങ്ങളുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അതുകൂടാതെ എന്തെങ്കിലും ദോഷകരമായ അവസ്ഥയിലൂടെയാണ് ഗ്രഹങ്ങൾ നിൽക്കുന്നതോ അപഹാരങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോവുകയോ ചെയ്യുന്നതെങ്കിൽ ഈ ഫലങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുണ്ടാകും എന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല പോസിറ്റീവ് ചിന്താഗതിയും കൃത്യമായ ഈശ്വര പ്രാർത്ഥനയും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ദോഷമുണ്ടെങ്കിലും അതിനെയൊക്കെ നിങ്ങൾക്ക് മറികടന്ന് പോകുവാൻ കഴിയും. കാരണം ഇതൊരു പൊതുവായ ഫലം മാത്രമാണ്. ഓരോ രാശിക്കാർക്കും മേൽപ്പറഞ്ഞ പരിഹാരങ്ങൾ കൂടാതെ തന്നെ പൊതുവായ ചില കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് നന്മകൾ ഉണ്ടാകുന്നതിന് വേണ്ടി ചെയ്യാവുന്നതാണ്. അശരണരായ ആലംബഹീനരായ ആളുകൾക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യാം. അത് ആഹാരമോ വസ്ത്രമോ മരുന്നോ, കുട്ടികളാണെങ്കിൽ അവർക്ക് പാഠപുസ്തകങ്ങളോ ഒക്കെ വാങ്ങിക്കൊടുക്കുന്നതും നിങ്ങളുടെ ഭാഗ്യവർദ്ധനവിനും ദോഷപരിഹാരവുമായി പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. സാധു മൃഗങ്ങൾക്ക് ഭക്ഷണം, വെള്ളം ഇതൊക്കെ കൊടുക്കാം. മൃഗങ്ങൾ, പക്ഷികൾ തുടങ്ങിയവയ്ക്കെല്ലാം ആഹാരമോ വെള്ളമോ ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ഭാഗ്യവർദ്ധനവുണ്ടാകും. ഒന്നിനെയും ദ്രോഹിക്കാതിരിക്കുക. ഒരു ജീവജാലങ്ങളുടെയും ജീവനെടുക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിന് ദോഷകരമാകുന്ന തരത്തിൽ ഒരു പ്രവൃത്തിയും ചെയ്യാതെ സത്യസന്ധരായി നല്ല മനുഷ്യരായി തന്നെ മുന്നോട്ട് പോകുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഫലങ്ങൾ തന്നെ ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കങ്ങളുമില്ല. ഈ പ്രപഞ്ചം എന്നത് അല്ലെങ്കിൽ ഈ പ്രപഞ്ച ശക്തികൾ എന്നത് നമ്മൾ എത്ര എണ്ണിയാലും തീരാത്ത വിധത്തിലുള്ള നന്മയുടെ കേന്ദ്രീകൃതമായ ഒരു വലിയ ശക്തിയാണ്. അതിൻ്റെ പ്രകാശകിരണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എപ്പോഴാണെന്ന് ഒരിക്കലും പ്രവചിക്കുവാൻ കഴിയില്ല. ഗ്രഹങ്ങൾ എത്ര നല്ല സ്ഥാനത്താണെങ്കിലും എത്ര ദോഷകരമായ സ്ഥാനത്താണെങ്കിൽ പോലും നമുക്ക് പ്രകൃതിയുടെ ഒരു അനുഗ്രഹം, ഒരു കടാക്ഷം ഉണ്ടാകുന്നതിന് ഒരു സെക്കൻഡ് പോലും വേണ്ട. അതോടുകൂടി നമ്മുടെ ജീവിതം മാറിമറിയും. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പ്രപഞ്ചത്തിന് ദോഷകരമായ ഒന്നും ചെയ്യരുത്.
ഒരു വ്യക്തികളെയും ഒരു ജീവജാലങ്ങളെയും നോവിക്കരുത്, ആരുടെയും ഒന്നും തട്ടിയെടുക്കരുത്. തികച്ചും സാത്വികരായി, നല്ല ചിന്തകളുള്ള നല്ല മനുഷ്യരായി, നല്ല പ്രവർത്തികളോടുകൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോകുക. നമുക്കൊരു ദിവസമുണ്ട്, എല്ലാ വ്യക്തികൾക്കും ഒരു ദിവസമുണ്ട്, ഒരു നിമിഷമുണ്ട്. ആ സമയത്ത് ഈ പ്രപഞ്ച ശക്തികൾ, ഈ യൂണിവേഴ്സൽ പവർ നമ്മളിലേക്ക് എത്തും. നമ്മുടെ എല്ലാ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാറും. അങ്ങനെ നിങ്ങളുടെ ജീവിതവും വഴിതിരിക്കപ്പെടട്ടെ, നിങ്ങൾക്കും ഉന്നതി ഉണ്ടാകട്ടെ, സകല സൗഭാഗ്യങ്ങളും ഈ യൂണിവേഴ്സൽ പവറിൻ്റെ അനുഗ്രഹത്താൽ, കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.